Hello, my dear, wrong number. ഹലോ അത് ജീന ടെക് എന്നാണേ വിളിക്കുന്നത്. അപ്പോ ഇതാ ഒരു കണക്ഷന്റെ കാര്യം ചോദിക്കാനായിരുന്നു. തിരക്കിലാണോ? ഞങ്ങൾക്ക് ഒരു 10 കണക്ഷൻ വേണമായിരുന്നു. ഏതാണ്ട് സാമ്യമുള്ള നമ്പർ. അപ്പൊ അതിന്റെ പ്ലാനും കാര്യമൊക്കെ എങ്ങനെയാ വരുന്നത്? മറ്റേ ഫാമിലി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. അത് ലിസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. എങ്ങനെ? അത് നിങ്ങള് മറ്റേ ഗ്രൂപ്പ് ആയിട്ട് ഉള്ള ഒരു പ്ലാൻ ഉണ്ട്. 249 199 ആണ്. എവിടെ സ്ഥാപനം? എങ്ങനെ സ്ഥാപനം എവിടാണ്? മീൻചന്ത. മീൻചന്ത ബൈപ്പാസുമില്. ബൈപ്പാസുമില് SR ബിൽഡിംഗ് ഇല്ലേ? അവരുടെ ആ ബിൽഡിങ്ങിന്റെ 2nd ഫ്ലോറില്. 3rd ഫ്ലോറിലാണോ? അതെ, 3rd ഫ്ലോറില്. 2nd ഫ്ലോറിലാ? 3rd ഫ്ലോറില്. എപ്പോഴാ വരിക അവര്? ഞങ്ങള് 4 മണിക്ക് ക്ലാസ് കഴിയും. അല്ല, അതിന് മുമ്പേ വരാൻ, കാരണം ഓഫീസ് സ്റ്റാഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തൊക്കെ നമ്മൾ അതിന് റെഡിയാക്കി വെക്കേണ്ടത്? കണക്ഷൻ എന്തായാലും വേണം. എങ്ങനെ? എന്റെ പേര് GS പ്രദീപ്. ആണോ? അല്ല, എന്തൊക്കെയാ ഞാൻ റെഡിയാക്കി വെക്കേണ്ടത്? ഇപ്പൊ അതിന്റെ റെഡിയാക്കി വെക്കേണ്ടത് നിങ്ങളെ ഏതെങ്കിലും ഒരാളെ ഐഡന്റിറ്റി കാർഡിന്റെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഫോട്ടോ സ്റ്റാറ്റും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളെ ഫാമിലി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്താണുള്ളത്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിന്റെ ഒരു കോപ്പി. ഓഫീസിൽ വെക്കാൻ 2 ഫോണ്. ഞങ്ങൾക്ക് ഇവിടെ 8 ടീച്ചർമാരാ ഉള്ളത്. അവർക്ക് ഓരോരുത്തർക്കും കണക്ഷൻ കൊടുക്കണം. അപ്പൊ അങ്ങനെ നിങ്ങൾ ഈ 10 ആളുകൾ തമ്മിൽ പരസ്പരം വിളിക്കുന്നത് അൺലിമിറ്റഡ് ഫ്രീ ആയിരിക്കും. അല്ല, അപ്പൊ ഇന്നിപ്പം ഈ സാധനമൊക്കെ എടുത്ത് ഫോണിലിട്ട് എന്നാ ആക്റ്റീവ് ആവുക? നാളെ ഒരാള് എൻക്വയറിക്ക് വരും. അപ്പൊ നിങ്ങളെ ഫാമിലി അവര് ഒരു മാർക്ക് ഇടും. ഓക്കെ, പ്രൊഫൈലിംഗിൽ മാർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഫാമിലി ആ വർക്ക് നാളെ തന്നെ ചെയ്താൽ മറ്റന്നാൾ തന്നെ ആക്റ്റീവ് ചെയ്ത് തരാം. 4 മണിയാകുമ്പോൾ അവ അങ്ങോട്ട് വന്നോട്ടെ. SR ബിൽഡിംഗ് ഞാൻ മീൻചന്തന്ന് ബൈപ്പാസിലേക്ക് കയറിയ ഉടനെ, മീൻചന്തന്ന് ബൈപ്പാസ് മുന്നിൽ കയറിയ ഉടനെ തന്നെ അവിടെ നല്ല ബിരിയാണിന്റെ മണം കേൾക്കും. വലിയ ഫേമസ് ഹോട്ടലുണ്ട്. അപ്പൊ അതിന്റെ ഫ്രണ്ടിലൂടെ ബസ് സ്റ്റോപ്പിന്റെ മുന്നിലൂടെയാണ് അതിലേക്ക് എൻട്രൻസ്. അത് തന്നെ, കറക്റ്റ് അറിയാലോ സ്ഥലമൊക്കെ അല്ലേ? അറിയാം. പഴയ എന്തോ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നല്ലോ അവിടെ, ഒരു ഫേമസ്. എന്ന് പറഞ്ഞ ചെറിയൊരു ദുശീലം എന്ന് പറഞ്ഞാല് ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ടൊക്കെ കേൾക്കുന്ന പരിപാടി ഉണ്ട്. നെറ്റിന്റെ അല്ല, ഞാൻ ഈ റേഡിയോ സ്റ്റേഷൻ ഒക്കെ ഇല്ലേ, അവിടേക്കൊക്കെ ഡെയിലി ഫോൺ ചെയ്യുന്നൊരു പരിപാടിക്ക് ഉണ്ട്. അപ്പൊ അവിടേക്കൊക്കെ ഫോൺ ചെയ്യുമ്പോ എന്താ പറഞ്ഞാല് പൈസ പോവല്ലോ. ഞാനിപ്പോ എന്താ വെച്ചാൽ ആഴ്ചക്ക് 7 ദിവസം റെഡ് FM ഒരു RJ സൂരജ് ഉണ്ട്. കേട്ടുണ്ടോ? പുള്ളീനെ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അല്ല, പുള്ളിക്ക് ഞാൻ വിളിച്ചാ എടുക്കൂലേ. പുള്ളിക്ക് ഭയങ്കര ചാടയാ. വിളിച്ചാ എടുക്കുകയല്ലേ ജമ്മത്തിൽ നമ്മളൊന്നും. ഞാൻ കോട്ടയം. കോട്ടയത്താണ്. റഹീമില്ലേ? ഓനാണ് ഇപ്പൊ പറഞ്ഞത് ഈ കണക്ഷൻ എടുക്കാൻ വേണ്ടിട്ട്. അവൻ കൊറേ ദിവസം ഇങ്ങനെ വിളിച്ച് വെറുപ്പിക്കുന്നു. അപ്പൊ ഇവൻ വന്നിട്ട് സ്വീപ്പ് ആക്കിയിട്ടാണ് ഇപ്പൊ എടുത്തത്. റഷീദ് റഹീമിന്റെ ആരായിട്ട് വരും സ്ഥാപനത്തില്? ഞാൻ ഇതിന്റെ ചാനൽ പാർട്ണറാണ്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയും. ആണല്ലേ? അപ്പൊ പറയാ, മുതലാളിക്കിട്ട് ഇമ്മാരി പണി കൊടുക്കരുത് എന്ന് പറയാ. ഞാൻ റെഡ് FM RJ സൂരജ് ആണ്. ഹലോ മൈ ഡിയർ റോങ് നമ്പർ. ഇപ്പൊ തന്നെ റഹീമിനെ വിളിച്ചേക്കിട്ടോ. Hello, my dear, wrong number.